ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി ജൂൺ 5. റെൻഫീൽഡിൻ്റെ കേസ്. ഞാൻ അയാളെ അധികം മനസ്സിലാക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ രസകരമായിരിക്കുന്നു. അയാളിൽ ചില ഗുണങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. സ്വാർത്ഥം, നിഗൂഢത, ഉദ്ദേശ്യം തുടങ്ങിയവ. രണ്ടാമത് പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആശിക്കുകയാണ്. അയാൾക്ക് തൻ്റേതായ ചില നിശ്ചിത പരിപാടികൾ ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മൃഗങ്ങളോടുള്ള സ്നേഹമാണ് അയാളിൽ വളർന്നിട്ടുള്ള ഒരു ഗുണം. പലപ്പോഴും വളരെ വിചിത്രമായ രീതിയിലാണ് അവയോട് അയാൾ പെരുമാറാറ്. അയാൾ അസാധാരണമാംവിധം ക്രൂരനാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ചില പ്രത്യേകതരം ജീവികളാണ് അയാളുടെ ഓമനകൾ. ഈയിടെയായി ഈച്ചകളെ പിടിക്കുന്നതാണ് അയാളുടെ നേരം പോക്ക്. ഇപ്പോൾ ഒരുപാട് ഈച്ചകളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അയാളെ ശാസിക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും അയാൾ ക്ഷോഭിച്ചില്ല. അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അയാളത് വളരെ ലഘുവായെടുത്തു. ഒരു നിമിഷം ചിന്തിച്ചിരുന്ന ശേഷം അയാൾ ചോദിച്ചു, എനിക്ക് 3 ദിവസത്തെ ഇട തരുമോ? എന്നാൽ ഞാൻ അവയൊക്കെ നീക്കം ചെയ്തുകൊള്ളാം. ഞാൻ സമ്മതിച്ചു. അയാളെ ശ്രദ്ധിക്കണം. ജൂൺ 18. ഇപ്പോൾ അയാളുടെ ലക്ഷ്യം എട്ടുകാലികളാണ്. ഒരു പെട്ടിയിൽ വളരെയധികം കൂറ്റൻ എട്ടുകാലികളെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. പിടിച്ച ഈച്ചകളെയെല്ലാം അവറ്റയ്ക്ക് തീറ്റയായി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈച്ചകൾ കുറെ കുറഞ്ഞിരിക്കുന്നു. അയാൾ തൻ്റെ ഭക്ഷണത്തിൽ ഒരു നല്ല ഭാഗം ഈച്ചകളെ ആകർഷിക്കാനായി മുറിയുടെ പുറത്തിട്ടിരിക്കുകയാണ്. ജൂലൈ 1. അയാളുടെ എട്ടുകാലികൾ ഈച്ചകളെ പോലെ തന്നെ ഒരു ശല്യമായി തീർന്നിരിക്കുന്നു. അവയൊക്കെ പിടിച്ച് പുറത്തു കളയാൻ ഞാൻ ഇന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ അയാൾ വല്ലാതെ വിഷമിക്കുന്നതായി തോന്നി. അതുകൊണ്ട് അവയെയെല്ലാം പലപ്പോഴായി പുറത്തു കളഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അയാൾ ഇതിനോട് യോജിച്ചു. ആദ്യത്തെ പോലെ തന്നെ ഞാൻ അയാൾക്ക് 3 ദിവസം കൊടുത്തു. ഒരു വലിയ ഈച്ച എന്തോ ഭക്ഷണാംശവും എടുത്തുകൊണ്ട് വായുവിൽ ഉയർന്നപ്പോൾ അയാൾ അതിനെ പിടിച്ച് കുറച്ചു നേരം കൈവിരലുകൾക്കിടയിൽ വച്ചുകൊണ്ടിരുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുൻപേ അയാൾ അതിനെ വിഴുങ്ങി. ഞാൻ അയാളെ ശകാരിച്ചു. പക്ഷേ ഈച്ചകളെ തിന്നുന്നത് വളരെ നല്ലതാണെന്നാണ് അയാൾ വാദിക്കുന്നത്. അതയാളുടെ ജീവനാണത്രേ, ആരോഗ്യമാണത്രേ. അതുകൊണ്ട് അയാൾക്ക് ഉണർവ് ലഭിക്കുമത്രേ. ഇനി അയാൾ പിടിച്ചുകൂട്ടിയിട്ടുള്ള എട്ടുകാലികളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ചില വ്യക്തമായ പദ്ധതികൾ അയാൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അയാൾ ചെറിയ ഒരു നോട്ട് പുസ്തകത്തിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതിൻ്റെ പേജുകളിലൊക്കെ നിറയെ ചെറിയ ചെറിയ രൂപങ്ങൾ വരച്ചിട്ടിരിക്കുകയാണ്. ആദ്യം ചെറിയ ചെറിയ കൂട്ടങ്ങളായി, പിന്നെ ആ കൂട്ടങ്ങൾ തമ്മിൽ ചേർത്ത് വലുതാക്കുന്നു. എല്ലാം കൂടെ എന്തിലോ കേന്ദ്രീകരിക്കുന്ന പോലെ. ജൂലൈ 8. ഇയാളുടെ ഭ്രാന്തിൽ എന്തോ ചില പ്രത്യേകതകളുണ്ട്. എന്നിൽ വേരൂന്നിയ സംശയം വർദ്ധിക്കുകയാണ്. തലയ്ക്ക് വെളിവില്ലെങ്കിൽ. ഞാൻ കുറച്ച് ദിവസത്തേക്ക് അയാളുടെ അരികിൽ പോയില്ല. അങ്ങനെയായാൽ എന്തെങ്കിലും മാറ്റമുണ്ടായേക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു മാറ്റവുമില്ല. തൻ്റെ ഓമനകളിൽ ചിലതിനെ വിട്ടിരിക്കുന്നു, പുതിയ ചിലതിനെ സമ്പാദിച്ചിരിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് ഒരു കുരുവിയെ കിട്ടിയിട്ടുണ്ട്. അതിനെ ഏതാണ്ട് ഇണക്കിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. എട്ടുകാലികളെ തിന്നാൻ കൊടുത്തിട്ടാണ് അയാൾ അതിനെ ഇണക്കുന്നത്. ബാക്കിയുള്ള എട്ടുകാലികളെ അയാൾ നല്ലവണ്ണം തീറ്റി പോറ്റുന്നു. ഇപ്പോഴും ഭക്ഷണം പുറത്തിട്ട് ഈച്ചകളെ പിടിക്കുന്നുണ്ട്. ജൂലൈ 19. ഞങ്ങൾ പുരോഗമിച്ചു വരുന്നു. എൻ്റെ രോഗിക്കിപ്പോൾ കുരുവികളുടെ ഒരു സമൂഹം തന്നെയുണ്ട്. ഈച്ചകളും എട്ടുകാലികളും മിക്കവാറും അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മുറിയിലേക്ക് കടന്നു ചെന്നു. അയാൾ എൻ്റെ അരികിലേക്ക് ഓടി വന്ന് ആവശ്യപ്പെട്ടു, ഒരു സഹായം ചെയ്തു തരണം, ഏറ്റവും വലിയൊരു സഹായം. അത് ചോദിച്ചപ്പോൾ അയാൾ ഒരു നായയെപ്പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണത്? ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒരു പൂച്ചക്കുട്ടി, ഭംഗിയുള്ള ഒരു കൊച്ചു പൂച്ചക്കുട്ടി. എനിക്ക് കളിക്കാനാണ്, പഠിപ്പിക്കാനാണ്, തിന്നാൻ കൊടുക്കാനും. അതെ, വീണ്ടും വീണ്ടും തിന്നാൻ കൊടുക്കാനും. ഈ അപേക്ഷ നിരസിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം അയാളുടെ ഓമനകൾ വലുപ്പത്തിൽ കൂടിക്കൂടി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ആ കുരുവിക്കൂട്ടം മുഴുവൻ ഈച്ചകളെയും എട്ടുകാലികളെയും പോലെ തന്നെ നശിപ്പിക്കപ്പെടുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു പൂച്ചക്കുട്ടിയേക്കാളും നല്ലത് ഒരു വലിയ പൂച്ച തന്നെയല്ലേ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. വളരെ ആവേശത്തോടെയാണ് അയാൾ മറുപടി പറഞ്ഞത്. അതെ, ഒരു വലിയ പൂച്ച മതി. വലിയ പൂച്ചയെ തരില്ലെന്ന് കരുതിയാണ് ഞാൻ പൂച്ചക്കുഞ്ഞിനെ ആവശ്യപ്പെട്ടത്. എനിക്കൊരു പൂച്ചക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ ആരും നിഷേധിക്കില്ല. ഞാൻ തലയാട്ടി. ഒരുപക്ഷെ. ഞാൻ തുടർന്നു പറഞ്ഞു, ഇപ്പോൾ കിട്ടിയെന്ന് വരില്ല, എങ്കിലും ഞാൻ നോക്കാം. അയാളുടെ മുഖം മങ്ങി. പെട്ടെന്ന് ഒരു ഭീകരത ആ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. കൺകോണിലൂടെ അയാൾ രൂക്ഷമായി നോക്കി. ആ നോട്ടത്തിൽ ഒരു കൊലപാതകിയുടെ ക്രൂരതയുണ്ടായിരുന്നു. ഏതായാലും ഞാൻ ഇയാളെ ശ്രദ്ധിക്കും. ഇയാളുടെ അഭിലാഷങ്ങൾ എങ്ങനെയാണ് വളരുന്നതെന്നറിയട്ടെ. ഒരുപക്ഷെ അപ്പോൾ കൂടുതൽ അറിയാൻ കഴിഞ്ഞേക്കും. 10 മണി.
ഞാൻ വീണ്ടും അയാളെ സന്ദർശിച്ചു. അയാൾ ഒരു മൂലയിൽ പോയി ചൂളി പിടിച്ചിരിക്കുകയാണ്. ഞാൻ മുറിയിലേക്ക് കടന്നപ്പോൾ അയാൾ എൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. എനിക്കൊരു പൂച്ചയെ തരൂ എന്ന്. ഇപ്പോൾ ഒരു പൂച്ചയെ കിട്ടലാണ് അയാളുടെ ഏക ലക്ഷ്യം. ഞാൻ ഉറച്ചു നിന്നു. ഇപ്പോൾ കിട്ടുകയില്ലെന്ന് തീർത്തു പറഞ്ഞു. അയാൾ ഒന്നും പറയാതെ എണീറ്റുപോയി. ആ മൂലയിൽ തന്നെ പോയിരുന്ന് നഖം ചൊറിയാൻ തുടങ്ങി. ഇനി ഏതായാലും കാലത്ത് വന്ന് നോക്കാം. ജൂലൈ 20. കാലത്ത് നേരത്തെ റെൻഫീൽഡിനെ സന്ദർശിച്ചു. അയാൾ ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പഞ്ചസാരയെടുത്ത് ജനൽപ്പടിയിൽ വിതറുകയായിരുന്നു. വീണ്ടും ഈച്ചപിടുത്തം ആരംഭിക്കുകയാണ്. വളരെ സന്തുഷ്ടനായി പുതിയൊരാവേശത്തോടെ. ആ കുരുവികൾ എവിടെ? ഞാൻ ചുറ്റും നോക്കി. കാണാത്തപ്പോൾ അയാളോടും ചോദിച്ചു. അയാൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, അവ പാറിപ്പോയി. മുറിയിൽ അയാളുടെ കിടക്കയ്ക്ക് ചുറ്റും തൂവലുകളും ചോരത്തുള്ളിയും കാണപ്പെട്ടു. ഞാൻ ഒന്നും പറയാതെ പുറത്തു പോന്നു. വിശേഷിച്ചെന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണമെന്ന് മാത്രം കാവൽക്കാരനെ ഏൽപ്പിച്ചു. കാലത്ത് 11 മണി. കാവൽക്കാരൻ ഇപ്പോൾ എൻ്റെ അരികിൽ ഓടി വന്നു പറഞ്ഞു, ഡോക്ടർ, റെൻഫീൽഡിന് സുഖമില്ല. അയാൾ കുറേയധികം തൂവലുകൾ ഛർദ്ദിച്ചു. എനിക്ക് തോന്നുന്നത് അയാൾ ആ കുരുവികളെയൊക്കെ പച്ചയ്ക്ക് തിന്നുവെന്നാണ്. വൈകുന്നേരം 11 മണി. റെൻഫീൽഡിന് ഉറക്കമരുന്ന് കൊടുത്തുകൊണ്ട് ഞാൻ അയാളുടെ നോട്ട് പുസ്തകം എടുത്തുകൊണ്ട് പോന്നു. അത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ സംശയം രൂഢമൂലമാവുകയാണുണ്ടായത്. ഈ ഭ്രാന്തൻ ഒരു വിചിത്ര ജീവിയാണ്. ഇയാൾക്കു വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ജന്തുഭോജി എന്ന് വിളിക്കാം. തനിക്ക് കഴിയാവുന്നിടത്തോളം ജീവികളെ അകത്താക്കാനാണ് അയാൾ ആഗ്രഹിച്ചത്. അവയെല്ലാം ഒരുമിച്ച് കൂടിക്കിട്ടാനുള്ള പരിപാടിയും ഇട്ടിരിക്കുന്നു. ഒരു പറ്റം ഈച്ചകളെ പിടിച്ച് അയാൾ ഒരു എട്ടുകാലിക്ക് കൊടുത്തു. ഒരു കൂട്ടം എട്ടുകാലികളെ ഒരു കുരുവിക്ക്. പിന്നെ ആ കുരുവികളെയെല്ലാം തിന്നാനായി ഒരു പൂച്ചയെ ചോദിക്കുകയും ചെയ്തു. അയാളുടെ പിന്നത്തെ കാൽവെപ്പ് ഏതിലേക്കായിരുന്നിരിക്കും? ആ പരീക്ഷണം തുടരാൻ അനുവദിക്കുകയായിരിക്കും നല്ലത്. ഒരുപക്ഷെ അയാളുടെ ചെയ്തികൾക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാകും. അത് തടഞ്ഞു വെക്കാതിരുന്നാൽ എനിക്ക് എന്തെങ്കിലും പുതിയതായി കണ്ടുപിടിക്കാൻ കഴിയുമോ? എങ്കിൽ അത് ശാസ്ത്രത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഓ, അയാളുടെ പ്രവൃത്തികൾക്ക് മതിയായ ഒരു കാരണമുണ്ടായിരുന്നെങ്കിൽ. ഞാൻ അതിനെപ്പറ്റി വളരെയധികം ചിന്തിക്കരുത്. കാരണം ഞാൻ ആവശ്യത്തിലേറെ ആശിച്ചു പോയാലോ? ഞാനൊരു അസാധാരണ ബുദ്ധിജീവിയാണോ? ഭ്രാന്തന്മാർ എന്തെങ്കിലും ചെയ്യുന്നത് എപ്പോഴും തങ്ങളുടേതായ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കും. ഒരു മനുഷ്യന് എത്രയധികം ജീവികളുടെ വിലയാണ് അയാൾ കണക്കാക്കുന്നതെന്ന് ഞാൻ വിസ്മയിക്കുകയാണ്. അയാൾ തൻ്റെ കണക്ക് ശരിക്കും കൂട്ടിയിരിക്കുന്നു. ഇന്ന് വേറൊരു കണക്ക് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും അതോടെ ജീവിതം മുഴുവൻ തന്നെയും ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ശരിക്കും ഒരു പുതിയ അധ്യായം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ആ ഒടുവിലത്തെ വിധികർത്താവ് കണക്ക് നോക്കി ലാഭനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തും വരെ തുടർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓ ലൂസി, ലൂസി, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും തോന്നുന്നില്ല. കാരണം അയാളുടെ സുഖം നിൻ്റേതു കൂടിയാണല്ലോ. പക്ഷേ ഞാൻ ഈ ഉദ്ദേശശൂന്യമായ ജോലി തന്നെ തുടരട്ടെ. ജോലി. എൻ്റെ ആ ഭ്രാന്തൻ സുഹൃത്തിനുള്ളതുപോലെ എനിക്കും വ്യക്തവും ദൃഢവുമായൊരു കാരണം, എന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥവും ഉത്തമവുമായൊരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിശ്ചയമായും എത്രമാത്രം സുഖം തോന്നുമായിരുന്നു. 6. മീനയുടെ ഡയറി. ജൂലൈ 26. എനിക്ക് ഉത്കണ്ഠ വർദ്ധിക്കുന്നു. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമാധാനം തോന്നുന്നത്. ഇത് സ്വന്തം ആത്മാവിനോട് നിമന്ത്രിക്കുകയും അതിൻ്റെ അനുരണനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതുപോലെയാണ്. ലൂസിയെയും ജൊനാഥനെയും പറ്റിയോർത്ത് എനിക്കൊരു സമാധാനവുമില്ല. ജൊനാഥനെപ്പറ്റി കുറച്ചു കാലമായി യാതൊരു വിവരവുമില്ലായിരുന്നു. ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ മിസ്റ്റർ ഹോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൊടുത്തയച്ചു. അദ്ദേഹത്തെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ഞാൻ ഹോക്കിൻസിനോട് എഴുതി ചോദിച്ചിരുന്നു. അപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് അദ്ദേഹം കത്ത് എനിക്ക് അയച്ചു തന്നു. നാട്ടിലേക്ക് പുറപ്പെടുകയായി എന്ന ഒരൊറ്റ വരി മാത്രം. ഡ്രാക്കുള കൊട്ടാരത്തിൽ നിന്നും എഴുതി തീയതി വെച്ചയച്ചതാണിത്. ജൊനാഥൻ സാധാരണയായി ഇങ്ങനെ ചെയ്യാറില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആകപ്പാടെ ഒരു സുഖവും തോന്നുന്നില്ല. പിന്നെ ലൂസിയാണ്. അസുഖമൊന്നുമില്ലെങ്കിലും ഈയിടെയായി അവൾ തൻ്റെ സ്വപ്ന സഞ്ചാരം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അവളുടെ അമ്മയാണിതെന്നോട് പറഞ്ഞത്. ഇനി എല്ലാ ദിവസവും രാത്രി ഞങ്ങളുടെ മുറിയുടെ വാതിൽ പൂട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വപ്നസഞ്ചാരികൾ മോന്തായത്ത് കയറി നടക്കുമെന്നും പെട്ടെന്നുണർന്ന് ദീനരോധനം ചെയ്തുകൊണ്ട് താഴോട്ട് പതിക്കുമെന്നും ആ രോദനം നാടെങ്ങും മാറ്റലുകൊള്ളുമെന്നും ഒക്കെയാണ് അവളുടെ അമ്മ പറയുന്നത്. പാവം, അവർ ലൂസിയെക്കുറിച്ച് എപ്പോഴും വേവലാതിപ്പെടുകയാണ്. ലൂസിയുടെ അച്ഛനും ഈ സ്വഭാവം ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹം രാത്രിയിൽ എഴുന്നേറ്റ് ഉടുപ്പുകൾ അണിഞ്ഞ് തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ നേരെ പുറത്തിറങ്ങി പോകാറുണ്ടായിരുന്നു പോലും. ഈ ശരൽക്കാലത്ത് ലൂസി വിവാഹിതയാകാൻ പോവുകയാണ്. തൻ്റെ ഉടുപ്പുകളെപ്പറ്റിയും വീടെങ്ങനെയൊക്കെ ഭരിക്കണമെന്നതിനെപ്പറ്റിയുമൊക്കെ അവൾ പരിപാടികളിടാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് അവളോട് അനുകമ്പ തോന്നുന്നു. കാരണം ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത്. ജൊനാഥനും എനിക്കും വളരെ അനാർഭാടമായ ജീവിതമാണ് ആരംഭിക്കേണ്ടി വരികയെന്ന് മാത്രം.
ആർതർ ഹോംവുഡ്സ്. അദ്ദേഹം ബഹുമാന്യനായ ഗോഡാൽമിക് പ്രഭുവിൻ്റെ ഏകപുത്രനാണ്. താമസിയാതെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണ്. ലൂസി അദ്ദേഹം എത്തുന്നതുവരെയുള്ള നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയായിരിക്കും. പള്ളിമുറ്റത്ത് കൂട്ടിക്കൊണ്ടുപോയി വൈറ്റ്ബിയുടെ സൗന്ദര്യം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണമെന്നാണ് അവളുടെ ആശ. ഈ കാത്തിരിപ്പാണ് അവളെ വിഷമിപ്പിക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അവൾ സുഖം പ്രാപിക്കും. ജൂലൈ 27. ജൊനാഥൻ്റെ ഒരു വിവരവുമില്ല. എന്തിനാണെന്ന് എനിക്ക് തന്നെ ഒരു വിവരവുമില്ലെങ്കിലും അദ്ദേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ തീരെ സ്വസ്ഥതയില്ലാതായിരിക്കുന്നു. ഒരു വരിയെങ്കിലും അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ. ലൂസി മുമ്പത്തേക്കാളും അധികം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. എല്ലാ രാത്രികളിലും അവൾ മുറിയിൽ ചുറ്റി നടക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണരും. ഭാഗ്യത്തിന് കാലാവസ്ഥ നന്ന്. അവൾക്ക് നീരിളക്കം പിടിക്കില്ല. എന്നാൽ ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും ചേർന്ന് എന്നെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. എനിക്കും സുഖമില്ലാതാവുന്ന മട്ടുണ്ട്. ലൂസിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു. ആർതർക്ക് പെട്ടെന്ന് റിങ്ങിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛന് തീരെ സുഖമില്ല. അദ്ദേഹത്തെ കാണാൻ കഴിയാത്തതിൽ ലൂസിക്ക് വിഷമമുണ്ട്. പക്ഷേ അവളുടെ പ്രസാദത്തിന് കുറവില്ല. അവൾ കുറച്ച് തടി വെച്ചിട്ടുണ്ട്. കവിളത്ത് ഒരു നേരിയ അരുണിമ പരന്നിരിക്കുന്നു. വിളർപ്പ് അവളെ വിട്ടുപോയി. അവളുടെ ഈ സ്ഥിതി തുടരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് 3. ഒരാഴ്ച കൂടി കഴിഞ്ഞിരിക്കുന്നു. ജൊനാഥൻ്റെ യാതൊരു വിവരവുമില്ല. മിസ്റ്റർ ഹോക്കിൻസിന് വിവരമൊന്നും കിട്ടിയില്ലെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹം എങ്ങനെയും എഴുതുമായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം എഴുതിയ കത്ത് ഞാൻ എടുത്തു നോക്കി. അതിൻ്റെ മട്ട് എനിക്ക് ബോധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയല്ല. പക്ഷേ കൈയക്ഷരം അദ്ദേഹത്തിൻ്റേത് തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ലൂസി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നില്ല. എനിക്ക് മനസ്സിലാവാത്ത എന്തോ ഒന്നിൽ അവൾ ആകെ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഉറക്കത്തിൽ പോലും അവൾ എന്നെ സൂക്ഷിക്കുന്നു. വാതിലിൽ മുട്ടി നോക്കും. അത് പൂട്ടിയിരിക്കുകയാണെന്ന് കണ്ട് താക്കോൽ തിരഞ്ഞു നടക്കും. ഓഗസ്റ്റ് 6. 3 ദിവസം കഴിഞ്ഞു. യാതൊരു വിവരവുമില്ല. ഈ കാത്തിരിപ്പ് അസഹ്യമാണ്. എങ്ങോട്ടെഴുതണം അഥവാ എങ്ങോട്ട് പോകണമെന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആശ്വാസം തോന്നുമായിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ എഴുത്തിന് ശേഷം ജൊനാഥൻ്റെ യാതൊരു വിവരവും ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലൂസി മുമ്പത്തേക്കാളും അധികം പെട്ടെന്ന് പരിഭ്രമിച്ചു പോകുന്നു. അതൊഴിച്ച് മറ്റെല്ലാം സാധാരണ പോലെ തന്നെ. ഇന്നലെ രാത്രി കാലാവസ്ഥ മോശമായിരുന്നു. ഒരു കൊടുങ്കാറ്റുണ്ടാകുമെന്നാണ് മീൻപിടുത്തക്കാർ പറയുന്നത്. ഏതായാലും ഇന്ന് ദുർദിനമാണ്. ഞാനിതെഴുതുമ്പോൾ സൂര്യൻ ഇടതൂർന്ന മേഘമാലകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. ഒരു നരച്ച ദിവസം. എല്ലാം നരച്ചതാണ്. പച്ചപ്പുല്ലിനു മാത്രം നര ബാധിച്ചിട്ടില്ല. മരതക കല്ല് വിരിച്ച പോലെ. എന്നാൽ പാറകളെല്ലാം നരച്ചിട്ടാണ്. മേഘങ്ങളും കടലും എല്ലാം നരച്ചിരിക്കുന്നു. കടലിലേക്ക് തള്ളിക്കിടക്കുന്ന മണൽത്തിട്ടകൾ പോലും നരച്ചിട്ടാണ്. കടൽ വെള്ളം മണൽത്തിട്ടിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. ചക്രവാളം ഒരു നരച്ച മൂടൽമഞ്ഞിൽ മറഞ്ഞു കിടക്കുന്നു. ആകാശത്തെ മേഘങ്ങൾ ഭീമാകാരങ്ങളായ ശിലകളെ പോലെ തോന്നുന്നു. കടൽ തീരത്ത് അവിടെവിടെ മൂടൽമഞ്ഞിൽ മുങ്ങിക്കാണുന്ന ഇരുണ്ട മനുഷ്യരൂപങ്ങൾ. മീൻപിടുത്തക്കാരുടെ ബോട്ടുകൾ കരയിലേക്ക് ഉഴറിപ്പാഞ്ഞു വരുന്നുണ്ട്. കരയോടടുക്കുമ്പോൾ തീരക്കടലിലെ തിരമാലകളിൽപ്പെട്ട് അവ പൊങ്ങിത്താഴുന്നു. അല്ല, ആ വരുന്നത് മിസ്റ്റർ സ്വേൽസ് അല്ലേ? അദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അദ്ദേഹം തൊപ്പി തലയിൽ നിന്ന് എടുക്കുന്നുണ്ട്. സംസാരിക്കുവാൻ തയ്യാറായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. പാവം വയസ്സൻ. അദ്ദേഹം വല്ലാതെ മാറിയിരിക്കുന്നു. എനിക്കത് കാണുമ്പോൾ എന്തോ വിഷമം തോന്നുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന് അദ്ദേഹം മൃദുവായി പറഞ്ഞു, മിസ്, എനിക്ക് ചിലത് നിങ്ങളോട് പറയാനുണ്ട്. അദ്ദേഹത്തിന് സുഖമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന കരം ഗ്രഹിച്ചുകൊണ്ട് മുഴുവൻ പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം തുടർന്നു, പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ അന്ന് കുഴിമാടങ്ങളെപ്പറ്റിയും സ്മാരകക്കല്ലുകളെപ്പറ്റിയുമൊക്കെ ഒരുപാട് ഭീകര സംഗതികൾ പറഞ്ഞു. ഞാൻ നിന്നെ ഭയപ്പെടുത്തിയോ? ഞാൻ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത്. നീ അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങൾ വയസ്സന്മാരാണ്, കുഴിയിലേക്ക് കാല് നീട്ടിയവർ. ഞങ്ങൾക്കതിനെപ്പറ്റിയൊന്നും ഒരു പേടിയുമില്ല. അതുകൊണ്ടാണ് ഞാനതൊക്കെ സാരമില്ലാതെ പറഞ്ഞത്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറേ മനഃശാന്തി കിട്ടാറുണ്ട്. പക്ഷേ കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മരിച്ചു പോകുന്നതിൽ എനിക്ക് ഭയം അല്പം പോലുമില്ല. എങ്കിലും കഴിയുമെങ്കിൽ മരിക്കാതിരിക്കണമെന്നുണ്ട്. എൻ്റെ കാലം ഏതായാലും കഴിഞ്ഞിരിക്കുന്നു. ശവപ്പെട്ടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മരണത്തിൻ്റെ ദേവത ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് തൻ്റെ കാഹളം മുഴക്കും. ഇന്ന് രാത്രിയാണതുണ്ടാവുന്നതെങ്കിൽ ആയിക്കൊള്ളട്ടെ. നാം നോക്കിയിരിക്കെ അതോടിയെത്തിയെന്ന് വരാം. അതാ ആ കടലിലടിക്കുന്ന കാറ്റ്, കപ്പലുകളെ അടിച്ചു തകർത്ത് നാശം വിതയ്ക്കുന്ന ആ കാറ്റിലൂടെ മരണമിങ്ങോട്ട് വരുന്നുണ്ടായിരിക്കാം. നോക്കൂ. അദ്ദേഹം പെട്ടെന്ന് വിളിച്ച് നിലവിളിച്ചു. അതെ, ആ കാറ്റിലെത്തോ ഉണ്ട്. ഇരമ്പം കേൾക്കുന്നില്ലേ? മരണത്തിൻ്റെ മണം. അന്തരീക്ഷത്തിലാകെ അത് പരന്നിരിക്കുന്നു. മരണം അടുത്തു വന്നുവെന്നാണ് തോന്നുന്നത്. ഈശ്വര, എന്നെ വിളിക്കുന്ന സമയത്ത് ഉല്ലാസവാനായിരിക്കാൻ എനിക്ക് കഴിയണേ.
ഭക്തി പാരവശ്യത്തോടെ അദ്ദേഹം തൊപ്പി തലയിൽ നിന്നെടുത്തു. പ്രാർത്ഥിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ ഇളകി. നിമിഷങ്ങൾക്കു ശേഷം അദ്ദേഹം എണീറ്റ് എൻ്റെ കൈ പിടിച്ചു കുലുക്കി. എന്നെ അനുഗ്രഹിച്ച് യാത്ര പറഞ്ഞ് പതറി നടന്നുപോയി. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. എൻ്റെ മനസ്സിടിച്ചു കളഞ്ഞു. തീരം കാവൽക്കാരൻ തൻ്റെ ദൂരദർശിനി കക്ഷത്തടക്കിക്കൊണ്ട് നടന്നു വന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ സന്തോഷിച്ചു. പതിവ് പോലെ അയാൾ എന്നോട് വർത്തമാനം പറഞ്ഞു. പക്ഷേ അയാളുടെ നോട്ടം കടലിൽ കാണപ്പെട്ട ഒരു പുതിയ കപ്പലിന്മേലായിരുന്നു. ആ കപ്പൽ ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അയാൾ പറഞ്ഞു. കണ്ടയിടം കൊണ്ട് ഒരു റഷ്യൻ കപ്പലാണെന്ന് തോന്നുന്നു. ആ കപ്പൽ എങ്ങോട്ടെന്നില്ലാതെ ചുറ്റിത്തിരിയുന്നത് കണ്ടോ? കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് കപ്പലിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാത്തതുപോലെയുണ്ട്. നോക്കൂ, ആ കപ്പലോടിക്കുന്നത് ഒരു വിചിത്ര രീതിയിൽ തന്നെ. അതിനെപ്പറ്റി ഒരു പിടിപാടുമില്ലാത്തവർ ചെയ്യുന്നത് പോലെ. കാറ്റ് അതിനെയിട്ട് വട്ടം കറക്കുന്നുണ്ട്. നാളെ ഈ നേരത്തേക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് അറിയാറാവും. ഓഗസ്റ്റ് 8 ഡെയിലി ഗ്രാഫ് പത്രത്തിൽ നിന്നുള്ള ഒരു കട്ടിങ്. മീനായുടെ ഡയറിയിൽ ഒട്ടിച്ചു ചേർത്തത്. വൈറ്റ് ബി. അതിഭയങ്കരമായൊരു കൊടുങ്കാറ്റുണ്ടായി. തുടർന്ന് വിചിത്രമായ പലതും സംഭവിച്ചു. ശനിയാഴ്ച വൈകുന്നേരം ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒഴിവു ദിവസം ആഘോഷിക്കുന്നവർ വുൾഗ്രേവ് വനവും റോബിൻഹുഡ് ഉൾക്കടലും മറ്റും സന്ദർശിക്കാനായി തയ്യാറെടുത്തു. എമ്മ, സ്കാർബറോ എന്നീ കപ്പലുകൾ തീരപ്രദേശത്തു തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു. ഉച്ചതിരിയുന്നതുവരെ പകൽ ആകപ്പാടെ പ്രസന്നമായിരുന്നു. പക്ഷെ പിന്നീട് സ്ഥിതി സ്വല്പം മാറി. പെട്ടെന്ന് ആകാശത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ കോണിൽ കാർമേഘങ്ങൾ വന്നു നിറഞ്ഞു. തെക്ക് പടിഞ്ഞാറ് നിന്ന് ഇളം കാറ്റു വീശി. അത് സംബന്ധിച്ച് തീരം കാവൽക്കാരൻ ഉടനെ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കാലാവസ്ഥയുടെ ഗതിവിഗതികളെ സൂക്ഷ്മമായി കണ്ടെറിഞ്ഞ ഒരു കിഴവനായ മീൻപിടുത്തക്കാരൻ താമസിയാതെ ഒരു കൊടുങ്കാറ്റുണ്ടാകാൻ ഇടയുണ്ടെന്ന് ദീർഘദർശനം ചെയ്യുകയുണ്ടായി. അതിമനോഹരമായ അസ്തമനം കണ്ട് ആളുകൾ കൺകുളിർത്തു. വർണ്ണോജ്വലങ്ങളായ മേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞിരുന്നു. ജനങ്ങൾ ആ കാഴ്ച കാണാൻ പള്ളിമുറ്റത്ത് കൂടി നിന്നു. അന്തിമയങ്ങിയതോടെ കാറ്റ് തീരെ അടങ്ങി. പാതിരയ്ക്ക് എങ്ങും ഏതാണ്ടൊരു നിശ്ചലത തന്നെ വ്യാപിച്ചു. കടലിൽ ചുരുക്കം ചില വെളിച്ചങ്ങളെ കാണപ്പെട്ടുള്ളൂ. ഒരു വിദേശ കപ്പൽ മാത്രമേ കാറ്റുപായകൾ നിവർത്തി കടലിൽ സഞ്ചരിച്ചിരുന്നുള്ളൂ. അത് പടിഞ്ഞാട്ട് പോവുകയാണെന്ന് തോന്നി. ആ കപ്പൽ നടത്തുന്നവരുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച് അത് കാണാൻ ഇടവന്നവർ പറഞ്ഞു ചിരിച്ചു. നേരം പുലരാറായപ്പോൾ അലസമായി പാറുന്ന കാറ്റുപായകളോടെ അതങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. 10 മണിയാകുന്നതിന് മുൻപ് അസാധാരണമായ ഒരു നിശബ്ദത എങ്ങും വ്യാപിച്ചു. പാതിര കഴിഞ്ഞ് കുറേ വൈകിയപ്പോൾ കടലിൽ നിന്ന് ഒരു വിചിത്രമായ ആരവം കേൾക്കായി. കാറ്റിൽ അതിഭയങ്കരമായൊരു മുഴക്കമുണ്ടായിരുന്നു. തുടർന്ന് പെട്ടെന്ന് കൊടുങ്കാറ്റ് ഇളകി. അവിശ്വസനീയമായ വേഗത്തിൽ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. കടലാകെ ഇളകി മറിഞ്ഞു. തിരമാലകൾ കൂടുതൽ ഉയരത്തിൽ അടിച്ചു പൊന്തി. വെള്ളക്കസവണിഞ്ഞ തിരമാലകൾ മണൽത്തിട്ടുകളെ മൂടിക്കടന്നുപോയി പാറക്കൂട്ടങ്ങളിൽ ചെന്നലച്ചു. ഇടിനാദം പോലെ കാറ്റലറി. കാറ്റുകൊണ്ട് മനുഷ്യർക്ക് പോലും അടിയുറച്ചു നിൽക്കാൻ വയ്യാതായി. മൂടൽമഞ്ഞ് എങ്ങും വ്യാപിച്ചു. ആകാശമാകെ പൊട്ടിത്തകരുകയാണോ എന്ന് തോന്നും മട്ടിൽ ഇടിമുഴങ്ങി. കൊടുങ്കാറ്റുളവാക്കിയ പ്രതിഭാസങ്ങൾ അവയുടെ ഗാംഭീര്യം കൊണ്ട് അത്ഭുതകരങ്ങൾ തന്നെ. മല പോലെ ഉയർന്ന തിരമാലകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ വ്യാപിച്ച കടൽപത കാറ്റിലൂടെ പാറിപ്പോയി. ഈസ്റ്റ് ക്ലിഫ് ശിഖരത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന പുതിയ സെർച്ച് ലൈറ്റ് പരീക്ഷിച്ചു നോക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ചില മീൻപിടുത്ത ബോട്ടുകൾക്ക് കൊടുങ്കാറ്റിൽ നിന്ന് ഉഴറിപ്പാഞ്ഞ് തുറമുഖത്തേക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. രക്ഷപ്പെടാൻ കഴിഞ്ഞ മീൻപിടുത്തക്കാർ ആനന്ദാതിരേകം കൊണ്ട് ആർത്തു വിളിച്ചു. സെർച്ച് ലൈറ്റ് കൊണ്ട് കടലിൽ ഒരു അത്ഭുത കാഴ്ച കാണുവാൻ സാധിച്ചു. കരയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ആ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും ഒരു കപ്പൽ എല്ലാ കാറ്റുപായകളും വിടർത്തി സഞ്ചരിക്കുന്നു. സന്ധ്യയ്ക്ക് കടലിൽ കണ്ട അതേ വിദേശ കപ്പൽ തന്നെ. അതിൻ്റെ ഗതിയോർത്ത് ജനങ്ങൾ പരിതപിച്ചു. കപ്പലിനും തുറമുഖത്തിനും ഇടയ്ക്കുള്ള കടലിലാണ് പല നല്ല കപ്പലുകളും ഇടിച്ചു തകർത്തിട്ടുള്ള പാറക്കൂട്ടങ്ങളുള്ളത്. ആ കപ്പലിന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കില്ല. അപ്പോഴും ആ കൊടുങ്കാറ്റിലും പ്രസ്തുത കപ്പൽ കവിഞ്ഞ വേഗത്തോടെ സഞ്ചരിക്കുകയാണ്. കൊടുങ്കാറ്റിന് വീണ്ടും മൂക്ക് വർദ്ധിച്ചു. നരച്ച മൂടൽമഞ്ഞ് എങ്ങും കൂടുതൽ കട്ടിയിൽ വ്യാപിച്ചു. കാറ്റിൻ്റെ ഗതി മാറി. അതോടെ മൂടൽമഞ്ഞും പോയി മറഞ്ഞു. ആ കപ്പൽ എല്ലാ കാറ്റുപായകളും വിടർത്തിയ മട്ടിൽ തന്നെ സുരക്ഷിതമായി തുറമുഖത്തേക്ക് അണഞ്ഞു. സെർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കപ്പലിലേക്ക് നോക്കിയവർ ഞെട്ടി വിറച്ചുപോയി. കപ്പൽ തട്ടിൽ ഒരു മൃതശരീരം. അത് കപ്പലിൻ്റെ ഇളക്കത്തോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരുന്നു. കപ്പലിൽ മറ്റൊരു ജീവിയെയും കണ്ടില്ല. ആ മരിച്ച മനുഷ്യൻ മാത്രമുള്ള ഈ കപ്പൽ ആരും ചുക്കാൻ പിടിക്കാനില്ലാതെ തുറമുഖത്തേക്ക് അണഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എല്ലാവരും അത്ഭുതം കൊണ്ട് മിഴിച്ചുപോയി. ഭയവും പരിഭ്രാന്തിയും ഇരട്ടിച്ചു. പക്ഷേ ഇതെല്ലാം ഞൊടിയിട കൊണ്ട് നടന്നതാണ്. ആ വിദേശ കപ്പൽ തുറമുഖത്തുകൂടെ ആഞ്ഞു ചെന്ന് മണൽത്തിട്ടിൽ ഉറച്ചു. പക്ഷേ ഏറ്റവും വിചിത്രമായത് മറ്റൊന്നാണ്.
കപ്പൽ മണലിൽ ചെന്ന് തറഞ്ഞ ഉടൻ കപ്പലിൻ്റെ അടിയിൽ നിന്ന് ചാടിക്കയറി വന്ന ഒരു കരുത്തനായ നായ ആരോ എടുത്തെറിഞ്ഞിട്ടെന്ന പോലെ അവിടെ നിന്ന് മണൽത്തിട്ടിലേക്ക് എടുത്ത് ചാടി. നേരെ പാഞ്ഞ് സെർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശ്മശാനത്തിലേക്ക് ഓടിമറഞ്ഞു. കാവൽക്കാരനാണ് ആദ്യമായി അതിലേക്ക് ഓടിക്കയറി ചെന്നത്. അയാൾ കുനിഞ്ഞ് പരിശോധിച്ചുകൊണ്ട് ചുക്കാൻ്റെ അടുത്തെത്തിയപ്പോൾ ഞെട്ടിത്തെറിച്ച് പിൻവാങ്ങി. അപ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് ഓടിയെത്തി. നിങ്ങളുടെ ലേഖകനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആൾക്കാരെ കപ്പലിലേക്ക് കയറാൻ കാവൽക്കാരനും പോലീസും അനുവദിച്ചില്ല. പക്ഷേ നിങ്ങളുടെ ലേഖകനെ അങ്ങോട്ട് കയറാൻ അനുവദിച്ചു. കപ്പൽക്കാരനെ യഥാർത്ഥത്തിൽ ചുക്കാനോട് ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. തുറമുഖം കാവൽക്കാരൻ പരിഭ്രമിച്ചതിൽ അത്ഭുതമില്ല. കാരണം ഈ കാഴ്ച തികച്ചും അസാധാരണമായിരുന്നല്ലോ. ആ മനുഷ്യനെ ചുക്കാനോട് ചേർത്ത് ഒരു കൈ മറ്റേതിൻ്റെ മീതെയായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. കൈയിൻ്റെയും ചുക്കാൻ തണ്ടിൻ്റെയും ഇടയിലായി ഒരു കുരിശും ജപമാലയും ഉണ്ടായിരുന്നു. അങ്ങനെ ചേർത്തുവെച്ച് കെട്ടിയ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയതിൻ്റെ ഫലമായി അയാളുടെ കയ്യിലെ മാംസം എല്ല് വരെ മുറിഞ്ഞിരിക്കുന്നു. ഡോക്ടർ അഭിപ്രായപ്പെട്ടത് അയാൾ മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുമെന്നാണ്. അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി കോർക്കിട്ട ഒരു കുപ്പിയും ഉണ്ടായിരുന്നു. അതിലൊരു തുണ്ടം കടലാസും. ആ കോർക്ക് മുറുക്കി അടയ്ക്കാൻ ഉപയോഗിച്ചതായിരിക്കാം. അയാൾ തൻ്റെ കൈകൾ സ്വയം കെട്ടി കടിച്ചു മുറുക്കിയതാവുമെന്നാണ് കാവൽക്കാരൻ്റെ പക്ഷം. ശവം ഇവിടെ നിന്നെടുത്ത് ഇൻക്വസ്റ്റിന് അയച്ചു. ഇപ്പോൾ കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു. ആൾക്കാരെല്ലാം തിരികെ പോയി. അന്തരീക്ഷത്തിൽ ചോണിമ പരക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കപ്പലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത റിപ്പോർട്ടിൽ അറിയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റ് 9. ആ കപ്പലിൻ്റെ കാര്യം കൂടുതൽ വിചിത്രമായിരിക്കുന്നു. അതിലുണ്ടായിരുന്നത് പ്രധാനമായി കുറെ കൂറ്റൻ മരപ്പെട്ടികളാണ്. വൈറ്റ് ബീയിലെ ഒരു നിയമോപദേഷ്ടാവായ ബില്ലിംഗ്ടന്റെ പേരിലാണ് അവ വന്നത്. അദ്ദേഹം പോയി അവ ഏറ്റെടുക്കുകയും ചെയ്തു. കപ്പൽ വന്ന് കരയ്ക്കടുത്തപ്പോൾ അതിൽ നിന്ന് ചാടി ഓടിപ്പോയ നായയെപ്പറ്റി കുറച്ച് സംസാരമുണ്ടായി. ചിലർ അതിനെ ഇണക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അതിനെ പിന്നീട് കാണുകയുണ്ടായില്ല. അത് പട്ടണത്തിൽ നിന്ന് പുറത്തു പോയതുപോലെയുണ്ട്. ഇന്ന് കാലത്ത് ഒരു കൽക്കരി കച്ചവടക്കാരൻ്റെ നല്ല ആരോഗ്യമുള്ള ഒരു നായ അയാളുടെ വീടിൻ്റെ പടിക്കൽ ചത്തുകിടക്കുന്നത് കണ്ടു. അത് കരുത്തനായ ഒരു എതിരാളിയുമായി കടിപിടി കൂടിയതുപോലെ തോന്നും. കാരണം അതിൻ്റെ തൊണ്ട കടിച്ചു കീറിയിരുന്നു. വയറ് കൂർത്തുമൂർത്ത നഖങ്ങളാൽ പിളർക്കപ്പെട്ടിരുന്നു. വൈകിട്ട് ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടുകൂടി ഞാൻ കപ്പലിലെ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചു നോക്കി. പക്ഷേ കാണാതായ ചില ആൾക്കാരെ പറ്റിയുള്ള വിവരണങ്ങളല്ലാതെ വേറെ യാതൊന്നും അവയിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും അധികം രസകരമായത് ആ കുപ്പിക്കുള്ളിൽ കണ്ട കടലാസ് കഷ്ണത്തിൻ്റെ കാര്യമാണ്. ഞാനത് കാണുകയുണ്ടായി. ഔദ്യോഗിക രഹസ്യങ്ങളൊന്നുമല്ലാത്തതിനാൽ അത് പ്രസിദ്ധീകരിക്കാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. കടലിലേക്ക് പോകുന്നതിന് മുമ്പായി ക്യാപ്റ്റന് ഒരുതരം മുഴുത്ത ഭ്രാന്ത് പിടിപെട്ടുവെന്നാണ് തോന്നുന്നത്. യാത്രയിൽ അത് വർദ്ധിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ്റെ കുറിപ്പുകളിൽ നിന്ന് ഉദ്ധരിച്ച പ്രസക്ത ഭാഗങ്ങൾ. വാർണായിൽ നിന്ന് വൈറ്റ് ബീയിലേക്ക്. ജൂലൈ 18. വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഞാൻ ഇവയെല്ലാം കൃത്യമായി കുറിച്ചു വെക്കട്ടെ. ജൂലൈ 6. കപ്പലിൽ മണലും മണ്ണും നിറച്ച പെട്ടികൾ കയറ്റി ഉച്ചയ്ക്ക് പുറപ്പെട്ടു. ശുദ്ധമായ കിഴക്കൻ കാറ്റ്. ജോലിക്കാരായി ഞങ്ങൾ 5 പേരുണ്ട്. 2 മെയ്റ്റുകൾ, തണ്ടുവലിക്കാരൻ, വെപ്പുകാരൻ, ഞാനും. ക്യാപ്റ്റൻ. ജൂലൈ 11. ബോസ്ഫോറസിലെത്തി. തുർക്കി തുറമുഖോദ്യോഗസ്ഥന്മാർ പരിശോധിക്കാൻ വന്നു. കൈമടക്കി. തകരാറൊന്നും ഉണ്ടായില്ല. 4 മണിക്ക് വീണ്ടും പുറപ്പെട്ടു. ജൂലൈ 12. ഡാർഡനൽസ്. ഇവിടെയും തുറമുഖോദ്യോഗസ്ഥന്മാർക്ക് കൈമടക്കേണ്ടി വന്നു. അവർ സമഗ്രമായി പരിശോധിച്ചു. ഒട്ടും താമസിക്കാതെ സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടു. സന്ധ്യയോടെ ആർച്ചിലെത്തി. ജൂലൈ 13. മെറ്റാ മുനമ്പ് കടന്നു. യാത്രക്കാർക്ക് എന്തോ ഒരു അസുഖം, പക്ഷേ യാതൊന്നും പറയുന്നുമില്ല. ജൂലൈ 14. യാത്രക്കാരെ ചൊല്ലി പരിഭ്രമിക്കുകയാണ്. എല്ലാവരും നല്ല ശക്തരാണ്. എന്താണ് തകരാറെന്ന് പറയാൻ എൻ്റെ സഹപ്രവർത്തകർക്കും കഴിഞ്ഞില്ല. എന്തോ തകരാറുണ്ടെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. കുരിശടയാളം ഇടുകയും ചെയ്തു. ഒരു മെയ്റ്റ് രോഷാകുലനായി മറ്റേയാളുമായി വഴക്കായി അടിക്കുകയും ചെയ്തു. ശക്തിയായ ശണ്ട പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാം ശാന്തമായി. ജൂലൈ 16. മെയ്റ്റ് കാലത്ത് വന്നു പറഞ്ഞു, യാത്രക്കാരിൽ ഒരാളായ പെട്രോവ്സ്കിയെ കാണാനില്ല. എവിടെ പോയെന്നൊരു എത്തും പിടിയും കിട്ടിയില്ല. രാത്രി മുഴുവൻ തിരഞ്ഞു. ആൾക്കാർ കൂടുതൽ വിഷണ്ണരായിക്കൊണ്ടിരിക്കുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടതാനും. കപ്പലിൽ ഏതോ അജ്ഞാതമായ വിപത്തുണ്ടെന്ന് അവർ പറയുന്നു. എൻ്റെ സഹപ്രവർത്തകർ അവരുമായി വഴക്കിടാനുള്ള ആരംഭമാണ്. ജൂലൈ 17. ഇന്നലെ ഒൾഗാർ എന്നൊരാൾ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന് കപ്പലിൽ ഏതോ ഒരു വിചിത്ര മനുഷ്യൻ ഉണ്ടെന്നറിയിച്ചു. അയാൾ കപ്പലിൻ്റെ മുകൾ തട്ടിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അത്രേ. നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. യാത്രക്കാരെ ആരെയും പോലെയല്ലാത്ത മെലിഞ്ഞു നീണ്ട ഒരു മനുഷ്യൻ മുകൾ തട്ടിലൂടെ നടന്നു വന്ന് മറഞ്ഞത് അയാൾ കണ്ടുപോലും. വളരെ കരുതലോടെ അയാൾ പിന്തുടർന്നു ചെന്നു.
പക്ഷേ കുറച്ച് ദൂരം ചെന്നപ്പോൾ ആരുമില്ലായിരുന്നു. കതകുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അന്ധവിശ്വാസ ജടിലമായ ഭയത്താൽ അയാൾ മരവിച്ചുപോയി. ഇത് പടർന്നു പിടിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് ഏതായാലും കപ്പലിൽ അടിമുടി ഒരു പരിശോധന നടത്തണം. വൈകുന്നേരം ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ആരോ കപ്പലിലുണ്ടെന്ന് എല്ലാവരും സംശയിക്കുന്നതുകൊണ്ട് കപ്പലിൻ്റെ മുക്കും മൂലയും വിടാതെ പരിശോധിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒന്നാം മേറ്റ് രോഷാകുലനായി. അതൊക്കെ കെട്ടുകഥകളാണെന്നാണ് അയാളുടെ പക്ഷം. അത്തരം വിഡ്ഢിത്തരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് യാത്രക്കാരെ കരുതേക്കിലാണെന്നും അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് മതിയെന്നും അയാൾ പറഞ്ഞു. അയാൾ വടിയെടുത്ത് നിന്നു. മറ്റുള്ളവരെല്ലാവരും കൂടി വിളക്കുമെടുത്തു. തിരച്ചിലായി. ഒരൊറ്റ ഇരുട്ടുമൂല പോലും തിരയാതെ വിട്ടില്ല, ആ കൂറ്റൻ മരപ്പെട്ടികൾ ഒഴിച്ച്. ഒരു മനുഷ്യൻ ഒളിച്ചിരിക്കാൻ വേറെ ഒരു കോണും ഉണ്ടായിരുന്നില്ല. തിരച്ചിൽ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വലിയ സമാധാനമായി. അവർ വളരെ ഉത്സാഹഭരിതരായി തങ്ങളുടെ ജോലിക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മെയ്റ്റ് പുരികം ചുളിച്ചുവെങ്കിലും ഒന്നും പറഞ്ഞില്ല. ജൂലൈ 22. കഴിഞ്ഞ 3 ദിവസങ്ങളായി അന്തരീക്ഷം ക്ഷുഭിതമാണ്. എല്ലാവരും ഒത്തുചേർന്ന് ചുക്കാൻ പിടിച്ചു. പരിഭ്രമിച്ചു നിൽക്കാൻ സമയമില്ല. ആൾക്കാർ തങ്ങളുടെ ഭീതി മറന്ന പോലെയുണ്ട്. മെയ്റ്റിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പൊതുവിലാകെ സുഗമമായിരിക്കുന്നു. ക്ഷുഭിതമായ കാലാവസ്ഥയിലും പ്രവൃത്തിയെടുത്തതിന് ജോലിക്കാരെ പ്രശംസിച്ചു. കപ്പൽ ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ജൂലൈ 24. ഈ കപ്പലിന് എന്തോ ശാപം പറ്റിയ പോലെയുണ്ട്. ഇപ്പോൾ തന്നെ ഒരാൾ കുറവാണ്. കലങ്ങിമറിഞ്ഞ അന്തരീക്ഷത്തിലാണ് ബിസ്കെ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചത്. പോരാത്തതിന് ഇന്നലെ രാത്രി ഒരാൾ കൂടെ നഷ്ടപ്പെട്ടു. ആദ്യത്തെ ആളെപ്പോലെ തന്നെ ഇയാളും രാത്രി കാവലിന് കപ്പലിൻ്റെ മുകളിലേക്ക് വന്നതാണ്. പിന്നെ അയാളെ കണ്ടിട്ടില്ല. ആൾക്കാരാകെ പേടിച്ചരണ്ടിരിക്കുന്നു. രാത്രി തനിയെ കാവലിരിക്കാൻ ഭയപ്പെടുകയാണവർ. ഇപ്പോൾ ഈ 2 പേരെ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടായേക്കുമെന്ന് തോന്നുന്നു. ഒന്നുകിൽ ആ അദൃശ്യനായ അജ്ഞാത മനുഷ്യനോ അല്ലെങ്കിൽ തൻ്റെ ജോലിക്കാരോ ഏതെങ്കിലും അക്രമം ചെയ്യാതിരിക്കില്ല. ജൂലൈ 28. 4 ദിവസം നരകത്തിൽ എന്ന പോലെ കഴിഞ്ഞു. കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ കിടന്നുടറുകയായിരുന്നു. ഒരുത്തനും ഉറങ്ങിയില്ല. എല്ലാവരും ആകെ തകർന്നിരിക്കുന്നു. കപ്പലിൻ്റെ മുകൾ തട്ടിലേക്ക് പോകാൻ എല്ലാവരും ഭയപ്പെടുന്നു. എങ്ങനെയാണ് കാവൽ ഏർപ്പെടുത്തേണ്ടതെന്ന് ഒരു പിടിയുമില്ല. ഒന്നാം മേറ്റ് കുറച്ചുനേരം ചുക്കാൻ പിടിക്കുകയും അതേസമയം കപ്പലിന് കാവലിരിക്കുകയും ചെയ്യാമെന്നേറ്റു. ആ സമയം കൊണ്ട് മറ്റുള്ളവർക്ക് ഒന്ന് ക്ഷീണം തീർക്കാമല്ലോ. കാറ്റ് ആഞ്ഞടിക്കുന്നു. കപ്പൽ ഇളകി മറിയുകയാണ്. മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കപ്പൽ അത്ര തന്നെ ഉലയുന്നില്ല. ജൂലൈ 29. വീണ്ടും ഒരു അത്യാഹിതം കൂടി. ആൾക്കാരെല്ലാം അത്യധികം ക്ഷീണിച്ചു പോയിരുന്നതുകൊണ്ട് കാവലിന് 2 പേരുണ്ടായിരുന്നില്ല. കാലത്തെ കാവൽക്കാരൻ മുകളിൽ വന്നപ്പോൾ ചുക്കാൻ പിടിക്കുന്ന ആൾ ഒഴികെ അവിടെ മറ്റാരുമില്ലായിരുന്നു. അയാൾ വിളിച്ചു നിലവിളിച്ചു. എല്ലാവരും മേൽത്തട്ടിൽ ഓടിയെത്തി. വീണ്ടും സമഗ്രമായ പരിശോധന നടത്തി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എൻ്റെ 2ാമത്തെ മേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. യാത്രക്കാരാകെ ഉന്മാദാവസ്ഥയിലാണ്. ഞാനും ആയുധധാരിയായി കാത്തിരുന്നു. എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് നോക്കാൻ തീരുമാനിച്ചു.